ഹലോ. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് 2024-25 ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഡിഗ്രി, PG, പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന മതന്യൂനപക്ഷ വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക. അഥവാ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് 5000 രൂപയും PG വിദ്യാർത്ഥികൾക്ക് 6000 രൂപയും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് 7000 രൂപയും സ്റ്റൈപ്പൻഡ് ഇനത്തിൽ 13000 രൂപയുമാണ് സർക്കാർ സ്കോളർഷിപ്പായി നീക്കിവെച്ചിട്ടുള്ളത്. യോഗ്യതാ പരീക്ഷയിൽ 50% കുറയാത്ത മാർക്ക് നേടിയിരിക്കണം. സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക. എന്നാൽ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. അപേക്ഷാ സമർപ്പണം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ അതല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ മുഖേന അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫ മുഖേന വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം സ്ഥാപനത്തിലെ പ്രിൻസിപ്പളിന് വിദ്യാർത്ഥികൾ സമർപ്പിക്കേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന് രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട്, 2 SSLC സർട്ടിഫിക്കറ്റ്, 3 +2 സർട്ടിഫിക്കറ്റ്, 4 കോപ്പി ഓഫ് ആധാർ കാർഡ്, 5 ഇൻകം സർട്ടിഫിക്കറ്റ്, 6 കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, 7 കോപ്പി ഓഫ് റേഷൻ കാർഡ്. അതോടൊപ്പം തന്നെ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് എങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡിനാണ് അപേക്ഷിക്കുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളും പ്രിൻസിപ്പളിന് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. www.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അവിടെ ഏറ്റവും താഴെ ഭാഗത്ത് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് CHMS ഫ്രഷ് രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. തൊട്ട് താഴെ വൈറ്റ് ബട്ടണിൽ ഇവിടെ കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷനാണ്. നിലവിൽ രജിസ്ട്രേഷൻ ഒന്നും തന്നെ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ലോഗിനിലൂടെ പ്രവേശിച്ച് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കേണ്ടത്. ഇവിടെ SSLCയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി നൽകി കുട്ടിയ വിദ്യാർത്ഥിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, നാഷണാലിറ്റി തുടങ്ങിയ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് വിദ്യാർത്ഥികൾ ഇവിടെ തങ്ങളുടെ ഈ പാസ്വേഡ് കൃത്യമായി നൽകി തൊട്ട് താഴെ ക്യാപ്ച എൻ്റർ ചെയ്ത് തൊട്ട് താഴെ കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാകുന്നതാണ്. അത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ID വിദ്യാർത്ഥികൾക്ക് മൊബൈലിൽ മെസ്സേജ് വരുന്നതാണ്. അതിൽ കൃത്യമായി ഇവിടെ എൻ്റർ ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് പാസ്വേഡ് കൊടുത്ത് ഇവിടെ സെലക്ട് ചെയ്ത് ഫ്രഷ് സെലക്ട് ചെയ്ത് ഇയർ സെലക്ട് ചെയ്ത് തൊട്ട് താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാവുന്നതാണ്. നേരത്തെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിനിൽ പ്രവേശിച്ച് രജിസ്ട്രേഷൻ IDയും ബന്ധപ്പെട്ട പാസ്വേഡും നൽകിയാൽ മാത്രം മതിയാകും. നേരത്തെ ഇതേ വെബ്സൈറ്റിലൂടെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകി ലോഗിൻ ചെയ്താൽ മാത്രം മതിയാകുന്നതാണ്. ഈ സ്കോളർഷിപ്പിൻ്റെ അവസാന തീയതി 2025 ഫെബ്രുവരി 3 വൈകിട്ട് 5 മണി വരെയാണ്. ആയതുകൊണ്ട് അർഹരായ വിദ്യാർത്ഥികൾ, എലിജിബിളായ വിദ്യാർത്ഥികൾ, മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് കൃത്യസമയത്ത് തന്നെ അപേക്ഷ നൽകാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റായ അപേക്ഷകളും പൂർണ്ണമല്ലാത്ത അപേക്ഷകളും സർക്കാർ ന്യൂനപക്ഷ വകുപ്പ് നിരസിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കാൻ ഓരോ വിദ്യാർത്ഥിയും ശ്രമിക്കണമെന്ന് അറിയിക്കുന്നു. നേരത്തെ പ്രിൻസിപ്പളിന് സമർപ്പിക്കേണ്ട രേഖകൾ ഒരു പരിധിവരെ നേരത്തെ തന്നെ തയ്യാറാക്കിയതിന് ശേഷം മാത്രമാണ് ഓൺലൈനായി അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.